കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് പറ്റാതെ പോയുള്ള ഒരു യാത്രയാണ് ട്ടോ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അതായത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് ട്ടോ. ഉച്ചയ്ക്ക് 2:45 ഇപ്പോൾ. അപ്പോൾ നമ്മുടെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഈറോഡ് വരെ പോകുന്ന മെമു ട്രെയിനിലാണ് ട്ടോ ഗൈസ് നമ്മുടെ ഇന്നത്തെ യാത്ര. കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ടും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അതിലൂടെയുള്ള ഒരു യാത്ര നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ട്ടോ ഗൈസ്. കൃത്യം 3 മണിക്ക് തന്നെ ഇവിടെ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് നമ്മുടെ കോയമ്പത്തൂർ വരെ വെറും 20 രൂപയാണ് ട്ടോ കേസ് ഒരാൾക്ക്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിന്ന് പോണത് നമ്മൾ വാളയാർ വരെ നമ്മളിന്ന് പോകണുള്ളൂ ട്ടോ കേസ്. അതായത് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കഞ്ചിക്കോട്ട് നിന്ന് വാളയാറിലുള്ള ആ ട്രെയിൻ റൂട്ട് ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു യാത്ര. അടിപൊളിയാണ് ട്ടോ കേസ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകളിൽ നമ്മളെ കണ്ടിട്ടുണ്ട്. ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് നമ്മളിന്നൊരു വന്നിരിക്കുന്നത്. ഞങ്ങളധികവും ബസ്സിലും ഇല്ലെങ്കിൽ നമ്മുടെ ടൂ വീലറിലുമാണ് നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാറുള്ളത്. അധികവും ട്രെയിനിലൊന്നും യാത്ര ചെയ്യാത്തവരാണ് ട്ടോ ഗൈസ്. പക്ഷേ എന്തായാലും ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ നമുക്ക് ട്രെയിനിൽ വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ട്ടോ. ഈ കാണുന്നത് കൽപ്പാത്തി പുഴയാണ്. ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു ട്ടോ. അധികവും നമ്മുടെ പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ നിന്ന് അധികം തിരക്കുണ്ടാവില്ല. അതായത് നമ്മൾ ഈ ടൗൺ സ്റ്റേഷനിൽ നിന്ന് നേരെ പോകുന്നത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ട്ടോ ഗൈസ്. ആ വഴിയാണ് നമ്മൾ കഞ്ചിക്കോട്, വാളയാർ വഴിയാണ് കോയമ്പത്തൂർ, ഈറോഡ് ഭാഗത്തൊക്കെ പോണത്. അപ്പോൾ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തിരക്കുണ്ടാവില്ല. ഒലവക്കോട് എത്തുമ്പോൾ നല്ല തിരക്കാണ് സാധാരണ ഉള്ളത് ട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ടൗണിൽ നിന്ന് തന്നെ ഭയങ്കരമായ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് ട്ടോ. ഒരുപാട് ആളുകൾ ഓണാവധിക്ക് നാട്ടിലേക്ക് പോകുന്ന ആ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പാലക്കാട് 2 റെയിൽവേ സ്റ്റേഷനാണ്. പാലക്കാട് ജംഗ്ഷനും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമ്മൾ പോകുന്ന ഭാഗത്ത് ട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഒലവക്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഞ്ചിക്കോട്, വാളയാർ ആ ഭാഗത്തുണ്ടല്ലോ, അടിപൊളി കാഴ്ചകളാണ്. പശ്ചിമഘട്ട മലനിരകളൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ കാഴ്ചകളും അവിടുത്തെ മനോഹരമായിട്ടൊരു യാത്രയാണ് ട്ടോ ഗൈസ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്താറായി ട്ടോ. ഇവിടുന്ന് ഇവിടുന്ന് തിരക്കുണ്ടാവില്ലേ? ഇവിടുന്ന് ഇപ്പോൾ തിരക്കിപ്പോൾ അപ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇനി കഞ്ചിക്കോട് ഭാഗത്തേക്കാണ് ട്ടോ ഗൈസ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇനി കാണാൻ കിടക്കുന്നത് ട്ടാ. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ് നേരെ ആ കാണുന്ന തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഒരുപാട് മലനിരകളും അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ വീടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ട്ടാ. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്താണ് ട്ടോ ഗൈസ് ഈ റൂട്ടിലൂടെയുള്ള മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. വേനൽക്കാലത്ത് ഈ പച്ചപ്പൊന്നും ഉണ്ടാവില്ല ട്ടോ ഗൈസ്. അപ്പോൾ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. മഴക്കാലത്ത് വരുന്നവർക്ക് നല്ല കണ്ണിന് കുളിർമയേകുന്ന അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വാളയാർ വരെ എത്താൻ പറ്റും ട്ടാ.
ശരിക്കും ഫോറസ്റ്റിൻ്റെ നടുവിലൂടെയുള്ള ഈ റെയിൽവേ റൂട്ടുണ്ട് അതിമനോഹരമാണ് ട്ടോ ഗൈസ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചില വന്യമൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും ട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ട്ടോ ഗൈസ് നമ്മൾ ഈ ഭാഗത്തുകൂടി ട്രെയിനിൽ വരുന്നത്. നമ്മളെപ്പോഴും ബസ്സിലാണെന്ന് പോണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ട്രെയിനിലൂടെയുള്ള യാത്ര ഒരിക്കലെങ്കിലും അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ട്ടോ ഗൈസ് ഞങ്ങൾ എന്തായാലും വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടില്ലേ ഗൈസ്, കഞ്ചിക്കോടൊക്കെ എത്തിയിട്ടാ. അപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ ഭയങ്കരമായ കാറ്റാണ് ട്ടോ ഗൈസ്. പിന്നെ ട്രെയിന് കുറച്ച് നല്ല സ്പീഡുള്ള പോലെ തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ട്ടോ. ഫോൺ ഇങ്ങനെ വെളിയിലേക്ക് പിടിച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ശരിക്കും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുകയാണ് ട്ടോ ഗൈസ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനും സൗമ്യയും പഴനി വരെ മാത്രമാണ് ആ റൂട്ടിലാണ് നമ്മൾ ട്രെയിനിൽ പോയിട്ടുള്ളൂ. പിന്നെയൊക്കെ ബസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിലൊക്കെയാണ് ഓരോ യാത്രകൾ ചെയ്യാറുള്ളത് ട്ടോ. പക്ഷേ എന്തായാലും ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. അതിമനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയാണ് ട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന് നമ്മളിതാ ഈ ഭാഗത്ത് എത്തിയിട്ടാ. അപ്പോൾ നമ്മളങ്ങനെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ ഗൈസ്. ഇവിടെ കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ട്ടോ ഗൈസ്. ഗാഡ്സ് ബിഗിൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ട്ടോ ഗൈസ് പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്ത് കൂടിയുള്ള ഒരു യാത്ര തുടങ്ങാൻ പോണത്. അപ്പോൾ ഇനിയാണ് നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ കിടക്കുന്നത് ട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പറ്റുന്നവരൊക്കെ ഈ ഭാഗത്തൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യുക ട്ടോ ഗൈസ്. അപ്പോൾ അടിപൊളി ഒരു യാത്രയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മെമൂലൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, പാലക്കാട്ടിൽ നിന്ന് ഈ യാത്രകളൊക്കെ കണ്ടിട്ട് വാളയാർ വരെ പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോയമ്പത്തൂർ വരെ പോയിട്ട് തിരിച്ചു വരാം ട്ടോ ഗൈസ്. വാളയാറിലേക്ക് വെറും 10 രൂപയാണ് ഒരാൾക്ക് ചിലവുള്ളൂ. പിന്നെ ഞങ്ങൾ 2 പേര് 20 രൂപയുള്ളൂ ട്ടോ ഗൈസ് വാളയാർ വരെ. കോയമ്പത്തൂരാണെങ്കിൽ ഒരാൾക്ക് 20 രൂപ ട്ടോ. അങ്ങനെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റിയ ഒരു റൂട്ട് കൂടെയാണ് ട്ടോ ഇത്. അല്ലേ? അടിപൊളി മലനിരകളൊക്കെ കണ്ട് നമ്മുടെ കഞ്ഞിക്കോടിൻ്റെ ആ ഭംഗിയും കാടും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ട്ടോ. ഇവിടെ എത്തുമ്പോൾ കുറച്ച് സ്പീഡ് കൂടിയോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് സ്പീഡൊക്കെ കൂടിയിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടി. ട്രെയിനിൽ ഇതുപോലത്തുള്ള എന്താ പറയുക സ്ഥലങ്ങളൊക്കെ കാണുന്നത് കുറവാണ് ട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല സ്പീഡിലാണ് ട്രെയിനിൽ പോകണം. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുമുണ്ട്. അല്ലേ? ആഹാ, അടിപൊളി. ഒരുപാട് മൃഗങ്ങളും ഒക്കെ പോകുന്ന ഒരു കാട്ടിൻ്റെ ആ ഭാഗത്തൂടെയാണ് നമ്മൾ പോകുന്നതാണ് ഈ ഭാഗത്തൊക്കെ. വാവ്, നല്ല അടിപൊളിയാണ് ഈ ഭാഗം. ഒന്നും പറയാനില്ല കേട്ടാ. കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇനി പോകാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ. നമ്മുടെ വാളയാർ എത്തുന്നവരെ അടിപൊളി കാഴ്ചയാണ് നമുക്ക് തുടങ്ങി. ഫുള്ള് വാഴയൊക്കെ വെച്ച് ചെറിയ ചെറിയ വീടുകളും മലനിരകൾ അല്ലേ. അത് ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ. നല്ല ഭയങ്കരമായ കാടുകളാണ് ഈ ഭാഗത്ത്. അപ്പം നമ്മളന്നത്തെ വീഡിയോ നമ്മൾ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാളയാർ വരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേസ്. അപ്പോൾ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ റെയിൽവേ ട്രാക്കിലൂടെ പോയവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതായത് ഈ ഭാഗത്തൂടെ ട്രാവൽ ചെയ്തവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ പോണത് നമ്മൾ എന്താണ് പാലക്കാട് ഈറോഡ് മെമ്മൂലൊക്കെയാണ്. മെമ്മുവാണിത്. അതിലാണ് നമ്മളൊന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ.
നമ്മളങ്ങനെ വാളയാർ എത്തിയിരിക്കുകയാണ് കേസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ കേസ്. അടിപൊളി സ്ഥലമാണ്. വെസ്റ്റേൺ ഗാർഡിന് നടുവിലൂടെയുള്ള ഈ ഒരു യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിട്ട് കേസ്. അപ്പോൾ എനിക്ക് സമർപ്പിക്കും. അടിപൊളിയാണ്. എന്തായാലും വാളയാർ എത്തി. അപ്പോൾ ഇനി നമ്മളെന്തായാലും തിരിച്ചു പോകേണ്ട കേസ്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ പാലക്കാട് സിജു പാലക്കാട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ കേസ്. ഓക്കെ. അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് വാളയാർ വരെയുള്ള അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇറങ്ങാൻ പോകാണ്ട് കേസ്. വാളയാർ സ്റ്റേഷനിലെത്തി. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇവിടെ നിന്ന് ബസ്സിലാണ്ട് കേസ്. നമ്മൾ പാലക്കാട് എന്താ പറയുക, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. അവിടെ പോയി വണ്ടിയൊക്കെ എടുത്ത് തിരിച്ചു പോകണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. നമ്മൾ അവിടുന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വാളയാറിന് പിന്നെ ഈ ഭാഗത്തുകൂടി വേണം നമുക്ക് ബസ് കയറാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. നേരെ നമുക്കിവിടെ ഹൈവേ എത്തും കേട്ടോ. നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ ഉണ്ടല്ലോ, ആ ഹൈവേ എത്തും ഈ ഭാഗത്ത് നേരെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഒരു ബസ്സിൽ കയറിയിട്ട് നമ്മൾ വീണ്ടും ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെയാണ് നമ്മുടെ വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് വേണം ഈ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലേ?